ഷാക്കിബ് എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമയിലേക്ക് എത്തിയതിൻ്റെ? അതായത് ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വീഡിയോസും കളറിൻ്റെ ഞാൻ ചെയ്യുന്ന സ്റ്റണ്ടായാലും അല്ലെങ്കിൽ ചെയ്യുന്ന ഫ്ലിപ്സിൻ്റെ ഒക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ദിവസം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് വന്നു, ചേതൻ ഡിസൂസ എന്നൊരു കന്നഡ ഫിലിം ആക്ഷൻ ഡയറക്ടർ. അപ്പം എന്നോട് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, അപ്പോൾ കന്നഡയിൽ ഒരു ഹീറോ ഡ്യൂപ്പിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ചെയ്യാൻ താല്പര്യമുണ്ടോ? അപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ കന്നഡ ഫിലിം എന്ന് പറയുമ്പോൾ പണ്ടുള്ള ഒരു ഫണ്ണായിട്ടാണല്ലോ. പിന്നെ ഈ KGF അതിനൊക്കെ ശേഷമാണല്ലോ നമുക്ക് കന്നഡ ഉയർന്നു വന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് കുറച്ച് പ്രോഗ്രാമൊക്കെ തിരക്കിലായിരുന്നു. അപ്പോൾ എന്തോ ഒരു ഭാഗ്യവശാൽ ഞാൻ വരാൻ ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് അതുവരെ എക്സ്പീരിയൻസ് തന്നെ സംഭവമില്ല ഫിലിമിൽ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ടൈമായിട്ട് ചേതൻ ഡിസൂസ എന്ന സാറ് വിളിച്ചു, അവിടെ പോയി. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് UI എന്നൊരു മൂവിയായിരുന്നു. അവിടുത്തെ ഒരു സ്റ്റാർ ഉപേന്ദ്ര റാവു എന്ന സാറിൻ്റെ ഡ്യൂപ്പായിട്ടാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇൻസ്റ്റഗ്രാം വഴി വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ആദ്യമായിട്ട് ഫിലിമിലേക്ക് വരുന്നത്. ആവേശം സിനിമ എത്രാമത്തെ സിനിമയാണ്? ആവേശം ശരിക്കും പറഞ്ഞാൽ 4ാമത്തെ സിനിമയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ സാറിൻ്റെ കീഴിൽ മാത്രമേ വർക്ക് ചെയ്യാറുള്ളൂ. ഷാക്കിബ് എന്നാണ് പേര്, യഥാർത്ഥ പേര് മുഫീദ് എന്നാണ്. എങ്ങനെയാണ് ഈ ഒരു പേര് മാറ്റത്തിലേക്ക് വന്നത്? അതായത് ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ മാത്രമാണ് മുഫീദ് എന്നുള്ള പേര് അറിയും. എൻ്റെ ചെറുപ്പത്തിലെ ഫ്രണ്ട്സായാലും പാരൻസായാലും ഷാക്കി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എനിക്കും പൊതുവേ ആ പേരിനോടാണ് താല്പര്യം, ഷാക്കി. അപ്പോൾ ഞാനത് ഷാക്കിബ് എന്നാക്കി. ഒരുപാടായി ഇപ്പോൾ എല്ലാവർക്കും ആ പേര് അറിയാം. ഈ കളരി അഭ്യാസത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ളൊരു അഭ്യാസം തന്നെയാണെന്ന് നമുക്ക് റീലുകൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. എങ്ങനെയാണ് ഈ പരിശീലനവും കളരിയിലേക്കുള്ള വരവൊക്കെ എങ്ങനെയായിരുന്നു? അതായത് എൻ്റെ ഗുരുക്കൾ ഹമീദ് ഗുരുക്കളെ അബ്ബാസ് ഗുരുക്കളാണ്. രണ്ടുപേരും എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠന്മാരാണ്. അപ്പോൾ 5-5.5 വയസ്സ് മുതലേ ഞാൻ കളരി അഭ്യസിക്കുന്നുണ്ട്. ആദ്യം തറവാട് മുറ്റത്തായിരുന്നു കളരി. അപ്പം ഇപ്പം ഏകദേശം ഒരു 19-18 വർഷത്തോളമായി തുടർന്ന് വരും. ഈ ആവേശം സിനിമയിലെ സ്റ്റണ്ട് ടീമിൽ ഏക മലയാളി കൂടിയാണ്. അപ്പോൾ ആ സിനിമയുടെ അനുഭവങ്ങൾ കൂടി ഒന്ന് പറയാമോ? അതായത് ഒരു ദിവസം മാസ്റ്റർ മെസ്സേജ് അയച്ചു, ഇങ്ങനെ ആവേശം മൂവിയിൽ ഒരു മലയാളം മൂവി ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം മുന്നേ പറഞ്ഞായിരുന്നു മലയാളം മൂവി ഉണ്ട്, തീർച്ചയായിട്ടും പറയണമെന്ന്. അപ്പം മലയാളം മൂവി ഉണ്ട്, അപ്പം ഇതിൽ ഡ്യൂപ്പിന് ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ നമുക്ക് സ്റ്റണ്ടായിട്ടും ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൽ കുറച്ച് ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം കൂട്ടത്തിൽ മലയാളി എന്നുള്ളവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ ക്രൂ മലയാളിയാണല്ലോ. അങ്ങനെ ഒരുപാട് എക്സൈറ്റഡ് ആയി. കാരണം ഫസ്റ്റ് മലയാളം മൂവിയാണ്. പ്രത്യേകിച്ച് ഫഹദ് സാറിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ജിത്തു മാധവൻ സാറാണ് ഇതിൻ്റെ ഡയറക്ടർ. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക ആവേശം എന്നിലുണ്ടായിരുന്നു. അങ്ങനെ അവരായിട്ടുള്ള, അതായത് നമ്മളിപ്പം പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ ഫഹദ് സാറിൻ്റെ ആക്ടിങ്ങിനെ കുറിച്ച്. കണ്ണഭിനയിക്കും, അല്ലെങ്കിൽ പുള്ളിയുടെ എല്ലാ ഭാഗങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള പെട്ടെന്ന് ടേക്ക് പറയുന്ന സമയത്ത് ആൾ മാറുന്നുള്ള സംഭവം. അതെ, സ്വിച്ച് ഓൺ ആണ്. അത് ശരിക്കും നേരിട്ട് കണ്ട് അനുഭവിച്ചതാണ്. അപ്പോൾ അത്രയും നല്ലൊരു ക്യാരക്ടറാണ്. നമ്മളോട് ഇപ്പം സംസാരിക്കുമ്പോഴും ഓക്കെ അല്ലേ ഷാക്കിബ്, റെഡി അല്ലേ? അപ്പം എല്ലാം നമ്മളൊരു ക്രൂ മൊത്തം ഉണ്ടാവും. അപ്പോൾ എല്ലാവരുമായിട്ട് നല്ല പെരുമാറ്റവും നല്ല ഇതൊക്കെ ആയിരുന്നു. ഈ ഒരു രംഗം ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ആ ഒരു അനുഭവങ്ങൾ, അതായത് എങ്ങനെയായിരുന്നു ഒന്ന് പങ്കുവെക്കാമോ? അതായത് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുള്ളി ഇപ്പം ക്യാമറ ഇപ്പം ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു മനുഷ്യനും ഇപ്പോൾ പെട്ടെന്ന് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയായ പെട്ടെന്ന് ആൾ മാറി ടേക്ക് പറഞ്ഞു. ഇപ്പോൾ പുള്ളിക്ക് ഡ്യൂപ്പിൻ്റെ ആവശ്യമില്ല. പുള്ളി എല്ലാത്തിനും, അതായത് ഞാൻ ചെയ്യുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് പുള്ളിക്ക്. അപ്പം പുള്ളിക്ക് ഡ്യൂപ്പ് വേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ എല്ലാത്തിലായാലും നമ്മളിപ്പം നമ്മളോടായാലും എല്ലാവരോടായാലും നല്ല പെരുമാറ്റവും പിന്നെ പുള്ളിയുടെ അഭിനയവും എല്ലാം കൊണ്ടും നമ്മളും എത്ര ദിവസം പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നുള്ള സംഭവം നമുക്കില്ലായിരുന്നു. പെട്ടെന്ന് ദിവസങ്ങളൊക്കെ പെട്ടെന്ന് പോയിട്ടില്ലായിരുന്നു. എൻജോയ് ചെയ്തു, സെറ്റ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഇതിപ്പം ഷാക്കിബ് ചെയ്ത സിനിമകൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങനെ ഇതായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ആവേശം എല്ലാവരും സ്വീകരിച്ചു. അപ്പം ഇവിടുത്തെ പരിചയക്കാർക്കൊക്കെ അറിയായിരിക്കും ആവേശം സിനിമയിലെ സ്റ്റണ്ട് അത് ഏറ്റവും ആവേശം നൽകുന്ന കാര്യങ്ങളിലൊന്നാണ് ആ സിനിമയിൽ. അപ്പം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഞങ്ങളുടെ കൂട്ടുകാരനാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരുടെയൊക്കെ അനുഭവമൊക്കെ എങ്ങനെയായിരുന്നു അത് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഒക്കെ ഉള്ളത്? അതായത് ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ആവേശം അടിപൊളിയായി കിട്ടും, അങ്ങനത്തെ ഒരു ടോക്കാണ്. പിന്നെ എല്ലാവരും അപ്പോൾ പൊതുവെ ഇങ്ങനെ പറയും ഫസ്റ്റ് മൂവി തന്നെ അടിപൊളിയായല്ലോ,
പിന്നെ പ്രത്യേകിച്ച് ഫസാറിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് മൂവിയിൽ കിട്ടിയല്ലോ. ഇപ്പം എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏറ്റവും ടോപ്പ് ആക്ഷന് ആവശ്യമായിരിക്കും. പിന്നെ പുള്ളിയുടെ കരിയർ ബെസ്റ്റ് ആക്ഷൻ മൂവിയും ആവശ്യമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിംഗ് ഉണ്ട്. എപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ആദ്യം കളരി പാട്ട് എന്നുള്ള രീതിയിലായിരുന്നു പോകുന്നത്. ഇപ്പം ഫൈറ്റ്. അപ്പോൾ നമുക്കൊരു ചാൻസ് തന്നെ അങ്ങനത്തെ ഒരു ടോക്കായി മാറിയില്ല. ഷാക്കിബിനോട് ചോദിക്കും. അതെ എല്ലാവരും. സംഘടനം അത് നല്ല ഭയങ്കര ആവശ്യമായിട്ടുള്ളൊരു സാധനമായിരുന്നു. പ്രത്യേകിച്ച് ആ കോളേജിലുള്ള ഫൈറ്റൊക്കെ നമ്മളൊക്കെ ശരിക്കും തിയേറ്ററിൽ നിന്ന് വലിയ രീതിയിൽ കൈയടിച്ചൊരു രംഗമായിരുന്നു. ആ എഡിറ്റും അതുപോലെ തന്നെ ആ ഫൈറ്റും ആ ഒരു ചാട്ടങ്ങളൊക്കെ. അപ്പോൾ ഇത് അവരെ പരിശീലിപ്പിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? കാരണം അംബാനൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഫൈറ്റായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഫൈറ്റിങ് ഇവരെ പരിശീലിപ്പിക്കുന്ന രംഗത്തെ ആ ഒരു അനുഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഫൈറ്റിംഗ് അതായത് രംഗണ്ണൻ്റെ ഗ്യാങ് ഉണ്ടല്ലോ, അതിൽ ഇപ്പോൾ മെയിനായിട്ട് വരുന്ന ക്യാരക്ടറാണ് നെഞ്ചപ്പ. അതെ, നെഞ്ചപ്പ ക്യാരക്ടർ. പിന്നെ ഹിമാൻചു കൃഷ്ണ, 2 നോർത്ത് ഇന്ത്യൻസ്. പിന്നെ അംബാൻ. അതായത് ഇതിൽ അംബാനാണ് മാർഷൽ ആർട്ടിസ്റ്റ് അല്ലാത്തതുള്ളൂ. അതായത് പുള്ളി സിനിമയിലൊക്കെ ഫൈറ്റ് ചെയ്യാറുണ്ട്, പക്ഷേ ബാക്കിയുള്ള എല്ലാവരും പ്രൊഫഷണലി മാർഷൽ ആർട്ടിസ്റ്റാണ്. അപ്പം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നെഞ്ചപ്പ ഒരു തൈക്കോണ്ടോ മാസ്റ്ററാണ്, ബാംഗ്ലൂരിലെ തൈക്കോണ്ടോ മാസ്റ്ററാണ്. അപ്പോൾ എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും പുള്ളിയുടെ ഫ്ലെക്സിബിലിറ്റി, കാലിൻ്റെ കീക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും, ചാടി വരുന്ന മനസ്സിലാവും പ്രൊഫഷണൽ ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ ബാക്കിയുള്ള 2 പേരും പ്രൊഫഷണലി ട്രിക്കേഴ്സാണ്. അപ്പോൾ ഫ്ലിപ്പും എല്ലാ കിക്കും ഒക്കെ ആയിട്ട് പ്രൊഫഷണലി ചെയ്യുന്ന 2 പേരാണ്. അപ്പോൾ അവർക്ക് നമ്മൾ കൂടുതൽ ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അവർക്ക് നമ്മൾ സീക്വൻസ് ആ രീതിയിൽ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ഫസാറിനും ബാക്കിയുള്ള 2 പേർക്കാണ് നമ്മൾ കൂടുതൽ ട്രെയിൻ കൊടുക്കും. പിന്നെ ഏറ്റവും കൂടുതൽ പാടെന്ന് പറയുന്നത് സീക്വൻസ് പഠിപ്പിക്കാനാണ്. നമ്മളതിൽ ഓരോ ബൈറ്റും അല്ലെങ്കിൽ ഓരോ ഫൈറ്റ് സീനും നമ്മൾ കട്ട് ഷോട്ടായിട്ട് ചെയ്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ സീക്വൻസാണ് അവർക്ക് പ്രാക്ടീസ് ചെയ്തത്. ഞാൻ ഒറ്റക്കല്ല, നമുക്കൊരു പ്രാക്ടീസ് ട്രെയിനിങ് ക്രൂ ഉണ്ട്. അപ്പോൾ ഞങ്ങളെ നിയന്ത്രിക്കുന്ന നമ്മുടെ ആക്ഷൻ ഡയറക്ടറിൻ്റെ ഒരു ബ്രദറുണ്ട്, ഡെൽസൺ സാർ എന്ന് പറഞ്ഞത്. പുള്ളിയാണ് നമ്മുടെ ട്രെയിനിങ് ടീമിനെ നിയന്ത്രിക്കുന്നത്. ഏടാ മോനെ, സംഗതി കിടക്കി. എന്തായാലും സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ രംഗണ്ണൻ ഹാപ്പിയാണ്, ഷാക്കിബ് മോൻ ഹാപ്പി അല്ലേ? ഡബിൾ ഹാപ്പി. നിവിൻ രാജിനും ഷാക്കിബിനുമൊപ്പം റമീസ് മുഹമ്മദ്, കൈരളി ന്യൂസ്, കോഴിക്കോട്.